വിവാഹത്തിന് മുൻപ് കാണാതായ മലപ്പുറം പള്ളിപ്പുറം കുറുന്തല വീട്ടിൽ വിഷ്ണുജിത്തിനെ 6-ാം നാൾ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തി. മലപ്പുറം പോലീസാണ് കണ്ടെത്തിയത്. ഇന്നലെ വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓണായത് അന്വേഷണത്തിന് തുമ്പായെന്നും സംഭവത്തിൽ കൂടുതൽ പ്രതികരണം പിന്നീട് നടത്തുമെന്നും SP വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓണായിരുന്നു. ഊട്ടി കുനൂറാണ് ലൊക്കേഷൻ കാണിച്ചത്. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. സഹോദരി വിളിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ ഫോൺ റിംഗ് ചെയ്തിരുന്നു. എന്നാൽ ഫോൺ എടുത്തെങ്കിലും മറുവശത്തുള്ളയാൾ സംസാരിക്കാതെ കട്ട് ചെയ്യുകയായിരുന്നു. 8 വർഷമായി പ്രണയിക്കുന്ന യുവതിയുമായി ഞായറാഴ്ചയാണ് വിഷ്ണുജിത്തിൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഇതിന് 4 ദിവസം മുൻപാണ് വിഷ്ണുജിത്തിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. ഉടൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് രാവിലെ വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു. വിവാഹത്തിനായി കുറച്ച് പണം സംഘടിപ്പിക്കാനുണ്ടെന്നും അതിനായി പാലക്കാട്ട് പോയതാണെന്നും പിന്നീട് വീട്ടിൽ വിളിച്ചറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പാലക്കാട് കഞ്ചിക്കോട്ടെ ഐസ് കമ്പനിയിലാണ് വിഷ്ണുജിത്ത് ജോലി ചെയ്യുന്നത്. പണം ലഭിച്ചെന്നും ബന്ധുവിൻ്റെ വീട്ടിൽ തങ്ങിയ ശേഷം പിറ്റേന്ന് തിരിച്ചെത്തുമെന്നും രാത്രി 8:30-യോടെ അമ്മയെ വിളിച്ചറിയിച്ചിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വിളിച്ചില്ല. തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ പരിധിക്ക് പുറത്തായിരുന്നു. തുടർന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. ബുധനാഴ്ച രാത്രി 7:45-ന് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കോയമ്പത്തൂർ ബസ് കയറുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിൽ ലഭിച്ചിരുന്നു. മലപ്പുറം വാളയാർ കസബ പോലീസ് സംയുക്തമായാണ് കേസ് അന്വേഷണം നടത്തിയത്. തമിഴ്നാട് പോലീസിൻ്റെ സഹായവും തേടിയിരുന്നു. കഞ്ചിക്കോട്ടെ സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. വിഷ്ണുവിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. വിവാഹ ആവശ്യത്തിനെന്ന് പറഞ്ഞ് സുഹൃത്തിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. നിലവിൽ അപായമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. വിഷ്ണുജിത്ത് സ്വയം മാറി നിന്നതാണോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. കഞ്ചിക്കോട്ടെ സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം വിഷ്ണുജിത്തിനെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും മകനെ കാണാനായി കാത്തിരിക്കുകയാണെന്നും വിഷ്ണുജിത്തിന്റെ പിതാവ് ശശിധരൻ. മകനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കരുതെന്ന് മാത്രമാണ് അപേക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. എല്ലാം അവന് മുൻകൈയെടുത്താണ് നടത്തിയത്. സാമ്പത്തിക പ്രയാസങ്ങളുള്ളതായി പറഞ്ഞിരുന്നില്ല, പിതാവ് പറഞ്ഞു. കുറച്ചു ദിവസങ്ങളായി നെഞ്ചിൽ തീയായിരുന്നുവെന്നും മകനെ കണ്ടെത്തിയെന്നറിഞ്ഞപ്പോഴാണ് സമാധാനമായതെന്നും വിഷ്ണുജിത്തിന്റെ അമ്മ പ്രതികരിച്ചു. പോലീസ് കണ്ടെത്തിയ ശേഷം വിഷ്ണുജിത്ത് കുടുംബത്തോട് സംസാരിച്ചിട്ടില്ല. പോലീസ് സംഘം ഊട്ടിയിൽ നിന്ന് മലപ്പുറത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. വിവാഹത്തിന് 4 ദിവസം മുൻപാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. മഞ്ചേരി സ്വദേശിനിയായ യുവതിയുമായി ഈ മാസം 8-നാണ് വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഇവർ വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. ജോലിസ്ഥലത്ത് നിന്ന് 1 ലക്ഷം രൂപ സംഘടിപ്പിച്ച വിഷ്ണുജിത്ത് വീട്ടിലേക്ക് മടങ്ങാനായി രാത്രി 8-ഓടെ പാലക്കാട് ബസ് സ്റ്റാൻഡിലെത്തിയതായി സുഹൃത്തുക്കളും പറയുന്നുണ്ട്. പിന്നീടെന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിവില്ല.